ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് എക്കണോമിക്സിലെ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം. ടേംസ് ഓഫ് ക്രെഡിറ്റ്. എവറി ലോൺ അഗ്രിമെൻറ്റ് സ്പെസിഫൈസ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് the borrower must pay to the lender along with the repayment of the principal. In addition, lenders may demand collateral security against loans. Collateral is an asset that the borrower owns, such as a land, building, vehicle, livestock, deposits with banks, and uses this as a guarantee to lender until the loan is repaid. If the borrower fails to repay the loan, the lender has the right to sell the asset or collateral to obtain payment. Property such as land, titles, deposits with bank, livestock are some common examples of collateral used for borrowing. ഇപ്പോൾ എന്താണ് എല്ലാ ബാങ്കുകളും ആ ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ആ എഗ്രിമെൻറ്റിനകത്താണ് പറയുന്നത് എത്ര ശതമാനം പലിശ നിരക്കിലാണ് ഈ ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോൺ എത്ര ശതമാനം പലിശ നിരക്കിലാണ് അടയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഈ നമ്മൾ എടുക്കുന്ന ആ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ നമ്മൾ എന്തും റീപേ ചെയ്യണം. ഒരു ഇൻട്രസ്റ്റും നമ്മൾ ഒന്ന് റീപേ ചെയ്യണം. അപ്പോൾ പല ബാങ്കുകളും കൊളാറ്ററൽ സെക്യൂരിറ്റി എന്തെങ്കിലും ഗ്യാരണ്ടി എടുത്താണ് സാധാരണ ഈ ലോണുകൾ കൊടുക്കാറുള്ളത്. കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വെഹിക്കിളോ ലാൻഡോ ഒക്കെ നമ്മൾ പണയം വെച്ചിട്ട് എടുക്കത്തില്ലേ, ലോൺ എടുക്കത്തില്ലേ, അതിനെയാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് അതെന്ത് ചെയ്യും? ലോൺ എടുക്കും. അതിനാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി ഉപയോഗിച്ചുള്ള ലോൺ എടുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി, അതായത് നമ്മൾ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ, അല്ലെങ്കിൽ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ ബാങ്ക് എന്ത് ചെയ്യും? ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി വിറ്റിട്ടാണ് അവരുടെ പൈസ കണ്ടെത്തുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ്, കൊളാറ്ററൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ് ആൻഡ് ദ മോഡ് ഓഫ് റീപേയ്മെൻറ്റ് ടുഗദർ കംപ്രൈസ് വാട്ട് ഈസ് കോൾഡ് ടേംസ് ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിനകത്തെ പലിശ നിരക്ക്, ആ കൊളാറ്ററൽ എന്താണ്, ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് പറയുന്നതാണ്. ആ ഒരു ക്രെഡിറ്റിൻ്റെ ടേംസിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദ ടേംസ് ഓഫ് ക്രെഡിറ്റ് വേരി സബ്സ്റ്റാൻഷ്യലി ഫ്രം വൺ ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ് ടു അനദർ. ദേ മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലെൻഡർ ആൻഡ് ദ ബോറോവർ. ഇപ്പോൾ എന്താണ് ഈ ഒരു ടേംസ് ഓഫ് ക്രെഡിറ്റ് പല ബാങ്കിന്, അല്ലെങ്കിൽ നമ്മൾ ആ ലെൻഡർ, ആ കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും അനുസരിച്ച് മാറും. അല്ലെങ്കിൽ എന്താണ് ആ ഒരു പല ടൈപ്സ് ലോണിനും പല രീതിയിലായിരിക്കും. ഇതേമാതിരി ദ നെക്സ്റ്റ് സെക്ഷൻ വിൽ പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് ദ വേരിയിങ് ടേംസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ പലതരത്തിലുള്ള ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസാണ് പറഞ്ഞു പോകുന്നത്. Formal sector credit in India. We have seen in the above examples that people obtain loans from various sources. The various types of loans can be conventionally grouped as formal sector loans and informal sector loans. അപ്പോൾ എന്താണ്, ജനങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് ലോൺ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫോർമൽ സെക്ടർ ലോൺസ് എന്നും രണ്ട് ഇൻഫോർമൽ സെക്ടർ ലോൺസ് എന്നും. Among the former are loans ഫ്രം ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഫോർമൽ സെക്ടറിൽ പെടുന്ന എന്താണ്? ബാങ്ക്സിൽ നിന്ന് ലോൺ, കോപ്പറേറ്റീവ്സിൽ നിന്നൊക്കെ എടുക്കുന്ന ലോണിനെയാണ് ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. ദ ഇൻഫോർമൽ ലെൻഡേഴ്സ് ഇൻക്ലൂഡ് മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, എംപ്ലോയേഴ്സ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ഇൻഫോർമൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ, ട്രേഡേഴ്സ്, എംപ്ലോയേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവരിൽ നിന്ന് മേടിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമൽ എന്ന് പറയുന്നത്. In graph 1, you can see the various sources of credit to rural households in India. Is more credit coming from formal sector or the informal sector? നമുക്ക് ഒരു മാപ്പ് വന്നിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു റൂറൽ ഏരിയയിലെ ആ ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂപ്പർവൈസസ് ദ ഫംഗ്ഷനിങ് ഓഫ് ഫോർമൽ സോഴ്സസ് ഓഫ് ലോൺ. For instance, we have seen that the banks maintain a minimum cash balance out of the deposit they receive. The RBI monitors the bank is actually maintaining the cash balance. Similarly, the RBI sees that the bank give loans not just to profit-making businesses and traders but also to small cultivators, small-scale industries, to small borrowers, etc. അപ്പോൾ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ് ഇതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഡിപ്പോസിറ്റിൻ്റെ ഒരു ശതമാനം അവിടെ കീപ്പ് ചെയ്യണമെന്നുണ്ട്, അതൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവർ ഈ വലിയ ബിസിനസ്സിന് മാത്രമാണോ ലോൺ കൊടുക്കുന്നത്, അതായത് സാധാരണക്കാർക്കും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഈ RBI ആണ്. Periodically, banks have to submit information to the RBI on how much they are lending to whom at what interest rate. അതുപോലെ തന്നെ RBIക്ക് ഈ ബാങ്കുകൾ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്താണ്? എത്ര ശതമാനം പലിശ നിരക്കിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ലോൺ കൊടുക്കുന്നത്.
There is no organization which supervises the credit activities of lenders in the informal sector. പക്ഷേ മറിച്ച് എന്താണ്, ഇൻഫോർമൽ സെക്ടറിലേക്ക് വരുമ്പോൾ അവിടെ ആരും സൂപ്പർവൈസ് ചെയ്യാനൊന്നുമില്ല. They can lend at whatever interest rate they choose. There is no one to stop them for using unfair means to get their money back. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിലേക്ക് വരുമ്പോൾ എന്താണ്, ഏത് തോന്നിയ ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ ലോൺ കൊടുക്കാറ്, അല്ലാതെ കൃത്യമായ ഒരു അല്ലെങ്കിൽ പലിശയ്ക്ക് എത്ര പലിശയ്ക്കാണ് കൊടുക്കുന്നതെന്ന് അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ പലപ്പോഴും അവർ അൺഫെയർ മീൻസിലൂടെ അത് തിരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. Compared to the formal lenders, most of the informal lenders charge a much higher interest on loans. Thus, the cost of the borrower of informal loans is much higher. ഫോർമൽ സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ എന്താണ്, അവർ കൂടുതൽ പലിശ നിരക്ക് ഈടാക്കുന്നുണ്ട്. ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ബോറോവിങ് മീൻസ് എ ലാർജർ പാർട്ട് ഓഫ് ദ ഏർണിങ്സ് ഓഫ് ദ ബോറോവേഴ്സ് ഈസ് യൂസ് ടു റീപേ ദ ലോൺ. ഹെൻസ് ബോറോവേഴ്സ് ഹാസ് ലെസ് ഇൻകം ലെഫ്റ്റ് ഫോർ ദംസെൽവ്സ്. അപ്പോൾ ഈ ബോറോവിങ്ങിൻ്റെ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കേണ്ട ഇതിൻ്റെ പൈസ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കയ്യിൽ മിച്ചം വരുന്നത്, അതായത് അവർ ജോലി ചെയ്ത് ബാക്കി വരുന്നത് കാശിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇൻ സർട്ടൺ കേസസ് ദ high interest rate for borrowing can mean that the amount to be repaid is greater than the income of the borrower. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആവുന്നതിനനുസരിച്ച് ചിലപ്പോൾ ബൊറോവറിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ട പൈസ. This could lead to the increasing debt and debt trap. ഇതിലേക്ക് നമുക്കൊരിക്കലും വീട്ടാൻ പറ്റാത്ത കടത്തിലേക്ക് നമ്മളെ തള്ളിയിടും. Also, people who might wish to start an enterprise by borrowing may not do so because of the high cost of borrowing. ഇപ്പോൾ എന്തെങ്കിലും ബോറോവിങ് നടത്തി ഒരു എൻ്റർപ്രൈസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നവർ ഈ ഒരു ഹൈ കോസ്റ്റ് കാരണം അത് ചിലപ്പോൾ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. For these reasons, banks and cooperative societies need to lend more. This would lead to higher income and many people could then borrow cheaply for a variety of needs. They could grow crops, do business, set up small-scale industries, etc. They could set up new industries or trade in goods. Cheap and affordable credit is crucial for the country's development. ഇപ്പോൾ എന്താണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ബാങ്കും കോപ്പറേറ്റീവ് സൊസൈറ്റീസും കൂടുതൽ ലോൺ കൊടുക്കണം. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സാധാരണക്കാർക്ക് മെച്ചപ്പെടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ചീപ്പ് ആൻഡ് അഫോർഡബിൾ ക്രെഡിറ്റ് ആണ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. Formal and informal credit, who gets what? Graph 2 shows that the importance of formal and informal source of credit for people in urban areas. The people are divided into 4 groups from poor to rich as shown in figure. You can see that 80% of the loans taken by the poor household in urban areas are from informal sources. അപ്പോൾ ആ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് എന്താണ്, ആ 85% അർബൻ ഏരിയാസിൽ ആ ഒരു പുവർ ഹൗസ് ഹോൾഡ്സ് വാങ്ങിക്കുന്ന ഒരു ലോണിൻ്റെ 85% ആ ഇൻഫോർമൽ സെക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. കമ്പയർ ദിസ് വിത്ത് ദ റിച്ച് അർബൻ ഹൗസ് ഹോൾഡ്സ്, വാട്ട് ഡു യു ഫൈൻഡ്? ഒരു 10% ഓഫ് ദിയർ ലോൺസ് ആർ ഫ്രം ഇൻഫോർമൽ സെക്ടർ. മറിച്ച് ആ ഒരു റിച്ച് അർബൻ ഹൗസ് ഹോൾഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 10% മാത്രമേ അവിടെ ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് അവരെടുക്കാറുള്ളൂ. While 90% are from formal sources. A similar pattern is also found in rural areas. ഇതുപോലെ തന്നെ നമുക്ക് റൂറൽ ഏരിയാസിലും കാണാൻ പറ്റും. The rich households are availing cheap credit from formal lenders, whereas the poor households have to pay large amount for borrowing. ഈ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ഹൈ റേറ്റിൽ തിരിച്ചടക്കേണ്ടി വരും. പക്ഷേ പണക്കാർക്ക് എന്താണ്, അവർ ഫോർമൽ സോഴ്സിൽ നേരത്തെ കുറച്ച് പലിശയ്ക്ക് മാത്രം അടയ്ക്കുന്നു. What does all this suggest? First, the formal sector still meets only about half of the total credit needs of the rural people. The remaining credit needs are met from informal sources. അതായത് റൂറൽ ഏരിയാസിൽ പകുതിയിലധികം ക്രെഡിറ്റ് മീറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഇൻഫോർമൽ സെക്ടേഴ്സാണ്. മോസ്റ്റ് ലോൺസ് ഫ്രം ഇൻഫോർമൽ ലെൻഡേഴ്സ് ക്യാരി എ വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഡു ലിറ്റിൽ ടു ഇൻക്രീസ് ദ ഇൻകം ഓഫ് ദ borrowers. Thus, it is necessary that banks and cooperative increase their lending, particularly in the rural areas, so that the dependence of informal resources of credit reduces. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് റൂറൽ ഏരിയാസിൽ ആ ഒരു ബാങ്കിനെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ലോൺ കൊടുക്കൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ സെക്ടറിൻ്റെ ഉയർച്ച അനിവാര്യമാണ്. സെക്കൻഡ്ലി, while formal loans are needed to expand, it is also necessary that everyone receive these loans.
അതുപോലെ തന്നെ ഫോർമൽ ലോൺസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനോടൊപ്പം ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് എ റിച്ചർ ഹൗസ് ഹോൾഡ്സ് ഹു റിസീവ് ഫോർമൽ ക്രെഡിറ്റ് വെറസ് എ പുവർ ഡിപ്പെൻഡ് ഓൺ ദ ഇൻഫോർമൽ സോഴ്സസ്. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ഒരു റിച്ചർ സൊസൈറ്റിയാണ് ഫോർമൽ ക്രെഡിറ്റിന് പിറകെ പോകുന്നത്, പുവർ സൊസൈറ്റി ഇപ്പോഴും ഇൻഫോർമൽ സോഴ്സിൻ്റെ പിറകെയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഫോർമൽ ക്രെഡിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് മോർ ഈക്വലി സോ ദാറ്റ് ദ പുവർ ക്യാൻ ബെനിഫിറ്റ് ഫ്രം ദ ചീപ്പർ ലോൺസ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്താ ഈ ഫോർമൽ സെക്ടർ ആ പുവർ ആൾക്കാർക്കും കിട്ടണമെന്ന്. Self-help groups for the poor. In the previous section, we have seen that poor households are still dependent on informal sources of credit. Why is it so? Banks are not present everywhere in rural India. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇൻഫോർമൽ സെക്ടറിലാണ് പ്രധാനമായിട്ട് ഈ റൂറൽ ഏരിയയിൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ബാങ്കുകൾ പ്രധാനമായിട്ട് റൂറൽ ഏരിയസിലേക്ക് കുറവാണ്. ഈവൻ വെൻ ദേ ആർ പ്രസൻറ്റ്, ഗെറ്റിംഗ് എ ലോൺ ഫ്രം എ ബാങ്ക് ഇസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ ടേക്കിംഗ് എ ലോൺ ഫ്രം ഇൻഫോർമൽ സോഴ്സസ്. അതുണ്ടെങ്കിലും ഒരു ഇൻഫോർമൽ സോഴ്സിൽ നിന്ന് ലോൺ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സമയച്ചിലവുള്ള ഒരു കാര്യമാണ് എന്താണ് ഫോർമൽ സോഴ്സിൽ നിന്ന് ലോൺ എടുക്കുക എന്നുള്ളത്. ആസ് വി സോ ഫോർ മേഘ, ബാങ്ക് ലോൺ റിക്വയർ പ്രോപ്പർ ഡോക്യുമെൻറ്റ് and collateral. Absence of collateral is one of the major reasons which prevents the poor from getting bank loans. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ബാങ്ക് ലോണിന് ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കൊളാട്രലും വേണം. കൊളാട്രൽ ഇല്ലായ്മ കാരണം ആണ് മിക്കയുള്ളവരും ഇൻഫോർമൽ സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെൻഡേഴ്സിന് പുറകെ പോകുന്നത്. ഇൻഫോർമൽ ലെൻഡേഴ്സ് സച്ച് ആസ് മണി ലെൻഡേഴ്സ് ഓൺ ദ അതർ ഹാൻഡ് know the borrowers personally and hence are often willing to give loans without collateral. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിലെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ആൾക്കാരെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് കൊളാട്രൽ ഇല്ലാതെ തന്നെ ലോൺ കൊടുക്കുന്നു. ദ ബോറോവർ ക്യാൻ ഇഫ് നെസസറി അപ്രോച്ച് ദ മണി ലെൻഡർ ഈവൻ വിത്തൗട്ട് റീപേയിങ് ദെയർ ഇയർലിയർ ലോൺസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇയർലിയർ ലോൺ ഉണ്ടായിരുന്നു, അത് അടച്ചു തീരുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ വീണ്ടും ചെല്ലാനും പറ്റും. ഹവർ ദ മണി ലെൻഡേഴ്സ് ചാർജ് വെരി ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, കീപ് നോ റെക്കോർഡ് ഓഫ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഹറാസ് ദ പുവർ ബോറോവേഴ്സ്. അതുപോലെ തന്നെ ഈ മണി ലെൻഡേഴ്സ് എന്താണ് ഹൈ റേറ്റ് ചാർജ് ചെയ്യുന്നു, ഒരു റെക്കോർഡും കീപ്പ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആൾക്കാരെ ഹറാസും ചെയ്യുന്നുണ്ട്. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് പീപ്പിൾ ഹാവ് ട്രൈഡ് ഔട്ട് സം ന്യൂവർ വേസ് ഓഫ് പ്രൊവൈഡിങ് ലോൺസ് ടു ദ പുവർ. അതുപോലെ തന്നെ ഇപ്പോഴേ പുതിയ പുതിയ രീതിയിലുള്ള ലോൺസും അവൈലബിളായി വരുന്നുണ്ട്. In recent, the idea is to organize rural poor, in particular women, into small self groups and pool their savings. A typical SHG has 15 to 20 members, usually belonging to one neighborhood. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി ഉള്ള ആ ഒരു ഇൻകം കളക്ഷനാണ് പറയുന്നത്, സേവിങ്സ് കളക്ഷനാണ് പറയുന്നത്. സാധാരണ ഒരു 15-20 മെമ്പേഴ്സ് കാണാറുണ്ട് ഒരു നെയ്ബർഹുഡിലെ, ഹു മീറ്റ് ആൻഡ് സേവ് റെഗുലർലി. സേവിങ് പെർ മെമ്പർ വേരീസ് ഫ്രം ₹25 to $100, അതായത് 25 രൂപ മുതൽ 100 രൂപ വരെയൊക്കെയുള്ള മാറ്റി വെച്ച് ആ ഒരു ആൾക്കാരുടെ എബിലിറ്റി അനുസരിച്ച് മാറ്റി വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണിത്. മെമ്പേഴ്സ് ക്യാൻ ടേക്ക് ലോൺസ് ഫ്രം ദ ഗ്രൂപ്പ്സ് ഇറ്റ് സെൽഫ് ടു മീറ്റ് ദെയർ നീഡ്സ്. അവർക്ക് എന്ത് ചെയ്യാം, മെമ്പേഴ്സിന് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പൈസയിൽ നിന്ന് ലോൺസ് എടുക്കാൻ പറ്റും. മെമ്പേഴ്സ് ക്യാൻ ടേക്ക് സ്മോൾ ലോൺസ് ഫ്രം the groups charges interest on these loans, but this is still less than what the money lenders charges. ഗ്രൂപ്പ്സും ലോൺ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട്, പക്ഷേ അത് എന്താണ് ഈ മണി ലെൻഡേഴ്സ് ചാർജ് ചെയ്യുന്നതിനേക്കാൾ കുറവാണ്. ആഫ്റ്റർ എ ഇയർ ഓർ ടു, ഇഫ് ദ ഗ്രൂപ്പ് ഈസ് റെഗുലർ ഇൻ സേവിങ്സ്, ഇറ്റ് ബിക്കംസ് എലിജിബിൾ ഫോർ അവൈലിംഗ് ലോൺ ഫ്രം ബാങ്ക്. അപ്പോൾ ഈ 2 വർഷം കഴിയുമ്പോൾ ഇത് റെഗുലറാണ് ഈ ഗ്രൂപ്പെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കും. Loan is sanctioned in the name of the group and is meant to create self-employment opportunities for the members. എന്താണ് ഗ്രൂപ്പിൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റും. For instance, small loans are provided to the members for releasing mortgaged land, for meeting working capital needs, buying seeds, fertilizers, raw material like bamboo and clothes, for housing materials, for acquiring assets like sewing machine, handlooms, cattle. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ കിട്ടും, ലോൺ കിട്ടും. Most of the important decisions regarding the savings and loan activities are taken by the group members. The group decides a regular as regards the loans to be granted, the purpose, amount and interest to be charged. And the group അത് ഡിസൈഡ് ചെയ്യും എന്തിനാണ് എങ്ങനെയാണൊക്കെ ലോൺ എടുക്കേണ്ടതെന്നൊക്കെ. Also, it is a group which is responsible for the repayment of the loan. ആ ലോണിൻ്റെ റീപേയ്മെൻറ്റിനും ഉത്തരവാദിയായിരിക്കുന്ന ഗ്രൂപ്പാണ്. Any case of non-repayment of the loan by any one member is followed up seriously by other members in the groups. Because of this feature, banks are willing to lend to the poor woman when organized in SHG, even though they have no collateral as such. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, കൊളാട്രൽ ഇല്ലാതെ തന്നെ ഇവർക്ക് ലോൺ കൊടുക്കാറുണ്ട്. Thus, the SHG helps borrowers overcome the problem of lack of collateral.
അതുകൊണ്ട് കൊളാട്രൽ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ ESHG സഹായിക്കുന്നുണ്ട്. They can get timely loans for a variety of purpose and at a reasonable rate. ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു റീസണബിൾ റേറ്റിലായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ഇത് ലോണും പ്രൊവൈഡ് ചെയ്യാറ്. മോറോവർ SHG ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് റൂറൽ പുവർ. ഒരു റൂറൽ പുവർ സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ SHGയെ പറയാം. Not only does it help women to become financially self-reliant, the regular meetings of the group provide a platform to discuss and act on variety of social issues such as health, nutrition, domestic violence, etc. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമായിട്ടും ESHG മാറാറുണ്ട്. Summing up, in this chapter we have looked at the modern forms of money and how they are linked with the banking system. ഈ ചാപ്റ്റർ നമ്മൾ എന്താണ് നോക്കിയത്? ആ ഒരു മോഡേൺ ഫോം ഓഫ് മണിയും അതുപോലെ തന്നെ ബാങ്കിങ് സിസ്റ്റത്തെക്കുറിച്ചുമാണ്. On one side of the are the depositors who keep their money in the bank, and on the other side are the borrowers who take the loan from these banks. ഒരു സൈഡിൽ അവിടേക്ക് പൈസ ഇടുന്ന ഡെപ്പോസിറ്റേഴ്സും അതുപോലെ തന്നെ മറ്റൊരു വശത്ത് എന്താണ് അവിടെ നിന്ന് ലോൺ എടുക്കുന്ന ബോറോവേഴ്സും ആണുള്ളത്. Economic activities require loans or credit. Credit, as we saw, have a positive impact or in certain situations make the borrower worse off. അതുപോലെ തന്നെ ഒരു ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. പക്ഷേ അതിന് പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. ക്രെഡിറ്റ് ഈസ് അവൈലബിൾ ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. ദിസ് ക്യാൻ ബി either ഫോർമൽ സോഴ്സസ് ഓർ ഇൻഫോർമൽ സോഴ്സസ്. ടേംസ് ഓഫ് ക്രെഡിറ്റ് വേരി സബ്സ്റ്റാൻഷ്യലി ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ട്രേഡേഴ്സ്. ക്രെഡിറ്റ്സ് നമുക്ക് ഇൻഫോർമൽ സോഴ്സസ് അല്ലെങ്കിൽ ഫോർമൽ ലെൻഡേഴ്സ് അങ്ങനെ രണ്ടെണ്ണം എടുക്കാൻ പറ്റും. അത് രണ്ടും എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് മാറ്റാനും നമുക്ക് പറ്റും. അറ്റ് പ്രസൻറ്റ് it is the richer households who receive the credit from formal sources, whereas the poor have to depend on the informal sources. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പ്രധാനമായിട്ടും ഈ റിച്ച് സൊസൈറ്റിയാണ് ഫോർമൽ സോഴ്സിനെ ആശ്രയിക്കാറ്, പുവർ സൊസൈറ്റിയാണ് എന്ത് ചെയ്യാറ്, ഇൻഫോർമൽ സോഴ്സിനെ ആശ്രയിക്കാറ്. It is essential that the total formal sector credit increases so that the dependence on the more expensive informal credit becomes less. ഫോർമൽ സോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അത്യന്താപേക്ഷികമാണ്. കാരണം അത് ഇൻഫോർമൽ എന്താണ് സോഴ്സിൻ്റെ ആ ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റിന് തടയിടുന്നു. ഓൾസോ ദ പുവർ ഷുഡ് ടു ഗെറ്റ് എ മച്ച് greater share of formal loans from bank, cooperative societies, etc. Both these steps are important for development. അതുപോലെ തന്നെ ഈ പുവർ സെക്ടറിന് എന്താണ് ബാങ്ക്സിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോൺസ്, അതായത് ഫോർമൽ ലോൺസ് കിട്ടണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.